ഹലോ ഗൈസ്, അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാൻ സൂ ഫ്രം സൂ എന്ന് പറയുന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ജൂലൈ 25-ന് കർണാടകയിൽ റിലീസായിട്ട് ഓഗസ്റ്റ് 1-ന് നമ്മുടെ കേരളത്തിൽ ദുൽഖർ സൽമാൻ്റെ ഫേവറേറ്റ് ഫിലിംസ് പ്രസൻറ്റ് ചെയ്ത് കേരളത്തിൽ ഇറങ്ങിയ ഒരു കന്നഡ സിനിമയാണ്. മലയാളം ഡബ്ബിങ്ങാണ് കേരളത്തിൽ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടത് അത് തന്നെയാണ്. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ കന്നഡ ഫിലിം രാജ് ബി ഷെട്ടി എന്നുള്ളൊരു പേര് കേട്ട് ഞാൻ എൻ്റെ ട്രെയിലർ പോലും കാണാതാണ് പോയത്. ഇങ്ങനെ സൂ ഫ്രം സൂ ഏതോ സ്റ്റോറി എന്തോ കൊണ്ട് നല്ലതാണെന്ന്, പിന്നെ രാജ് ബി ഷെട്ടി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം പോയൊരു സിനിമയാണ്. പക്ഷേ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സിനിമ. അപ്പോൾ അതായത് ആദ്യം ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ ഏറെക്കുറെ ചിരിയും, ഓൾമോസ്റ്റ് മുക്കാലും ചിരിയാണ് സിനിമയുടെ. അതൊരു ഹൊറർ കോമഡി ജോണറാണ് സിനിമയുടെ. അപ്പോൾ ചിരിയും, നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്, ഒരു ലാഗില്ല, നമ്മുടെ ശ്രദ്ധ വേറെ അങ്ങോട്ടും പോകത്തില്ല, ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു അടിപൊളി സിനിമ. ഒരു ഡ്രാമ, ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇതല്ലാതെ OTT വരാൻ കുറേ ഇപ്പോൾ OTT തിയേറ്ററിൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ പോയിരുന്ന് ചിരിക്കാൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതെന്തായാലും പോയി കാണാം. അതും ഫാമിലിയുടെ കൂടെ തന്നെ പോയി കാണാം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഫാമിലിയും ആയിട്ട് പോയി പിന്നെയും കണ്ട സിനിമയാണ്. കാരണം ആദ്യം കന്നഡ ഫിലിം എന്ന് കേട്ടപ്പം അവർക്കെന്തോ താല്പര്യം. കാരണം പൊതുവേ നമ്മൾ മലയാളീസ് കന്നഡ ഫിലിം കാണുന്നത് തന്നെ നമ്മൾ തമിഴ്, പിന്നെ തെലുങ്ക്, അത് കഴിഞ്ഞ് നമുക്ക് കന്നഡ വരും. പിന്നെ KGF-നൊക്കെ ശേഷം, ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെ, KGF-നൊക്കെ ശേഷമാണ് ഞാൻ കന്നഡ ഫിലിംസ് കണ്ടു തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ ഫാമിലീസിന് കന്നഡ ഫിലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇത് വരും. അപ്പോൾ ഞാനങ്ങനെ ഒരു ആളുകളുടെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വീഡിയോ രാജ് ബി ഷെട്ടി തന്നെ പുള്ളിയുടെ പേജിൽ ഷെയർ ചെയ്തൊരു വീഡിയോ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ കാണിച്ചിട്ട് മലയാളികളുടെ റിവ്യൂ അത് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ എൻ്റെ കൂടെ വന്നവർക്ക് ഒത്തിരി ഇഷ്ടമായി, അച്ഛനും അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പം നിങ്ങളും ഫാമിലിയായിട്ട് പോയി കാണുക എല്ലാവർക്കും. അല്ലാതെ ഈ കന്നഡ ഫിലിമാന്നുള്ള തോന്നലൊന്നും തുടങ്ങിക്കഴിഞ്ഞാൽ വരത്തില്ല. കാരണം അത്രയ്ക്ക് നല്ല ഡബ്ബിങ്, ഇത്രയും നല്ലൊരു മലയാളം ഡബ്ബിങ്, വേറൊരു അന്യഭാഷ പടത്തിൻ്റെ മലയാളം ഡബ്ബിങ് ഇവൻ ബാഹുബലി നല്ലതായിരുന്നു, പക്ഷേ അതിലും നല്ലതുപോലെ ഫീൽ ചെയ്തു. അത്രയ്ക്ക് പക്ക, ഇതൊരു വേറെ ഭാഷയാണെന്ന് നമുക്ക് തോന്നത്തേയില്ല അവരുടെ ആ ഡബ്ബിങ്. കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ചിലവരൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് വിൽക്കുന്നതൊക്കെ പോലും അത്രയും നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് രവിയണ്ണ എന്ന് പറഞ്ഞ് അഭിനയിച്ചിരിക്കുന്ന ആളൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് രവിയണ്ണനായിരുന്നു. പിന്നെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെന്താ, ഗുരുജി രാജ് ബി ഷെട്ടിയാണ് ഗുരുജി. അത് അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് അശോകനായിട്ട് അഭിനയിച്ചേക്കുന്നത് പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷനിലുള്ള പടമാണിത്. പുള്ളിയുടെ പേര് എന്താണ്, RJ തുമ്മിനാട് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. പുള്ളിയുടെ പടമാണിത്. പുള്ളിയൊക്കെ തകർത്ത്, ആരുമില്ല സത്യം. നമുക്ക് ആരുടെയും ഒരു ആക്ടിങ് ആണെന്നും തോന്നത്തില്ല. ഒരു നമ്മുടെ തന്നെ നാട്ടുകാരെയൊക്കെ കാണുന്നൊരു ഫീല് വരും. നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു പ്രശ്നം ഒക്കെ, കാരണം പക്ക കേരളം പോലെ. അല്ലെങ്കിലും ഇപ്പം കന്നഡ ഫിലിംസൊക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് നമുക്കൊരു കേരള പോലെ തന്നെ ഇരിക്കുക അത്. അപ്പം ഇത് പക്ക ഒരു കേരളം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ. അവരുടെ ഡ്രസ്സിങ് ആയാലും അവരുടെ വീടുകളും എല്ലാം നമ്മളെപ്പോലെ തന്നെ. അപ്പം നമുക്ക് അതുകൊണ്ട് ഇനി ഫാമിലിയായിട്ടൊന്നും ആരും പോയി കാണാതിരിക്കരുത്. കാരണം ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെന്താ, അതിലെല്ലാവരും നല്ലതായിരുന്നു. കഥയാണെങ്കിലും സീനാണെങ്കിലും എല്ലാം അടിപൊളി, ഭയങ്കര. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് എനിക്ക് കൊള്ളാം, ഇങ്ങനൊരു ചിരിച്ചു കൊള്ളാം എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫാണ് ഭയങ്കര ഒരു ലെവലിലോട്ട് പോയത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എടുക്കുമ്പോഴത്തേക്ക് പടം കംപ്ലീറ്റ്ലി വേറൊരു ലെവലിലോട്ട് മാറുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് അടിപൊളി എന്നുള്ളൊരു ഫീല് നമുക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എല്ലാവരും പോയി കാണുക. പിന്നെ ഇത് കാണുന്നവർക്ക് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ എഴുതുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുകൊണ്ടൊക്കെയുള്ള വീഡിയോസ് വീണ്ടും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.